മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ബി.ജെ.പി. സഖ്യം അധികാരം പിടിക്കുമെന്ന് എക്സിറ്റ് പോൾ സർവേ ഫലം പറയുന്നു. അറിയാമല്ലോ, ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലമൊന്നും അങ്ങനെ കൂടുതൽ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. മഹാരാഷ്ട്രയിൽ 195 സീറ്റുകൾ വരെ ബി.ജെ.പി. സഖ്യം നേടിയെടുക്കുമെന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത്. മഹാരാഷ്ട്രയിൽ ഇലക്ട്രൽ എഡ്ജും ജാർഖണ്ഡിൽ ആക്സിസ് മൈ ഇന്ത്യയുമാണ് ഇന്ത്യ സഖ്യത്തിന് അധികാരം പ്രവചിക്കുന്നത്. വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നു. അതേപോലെ ജാർഖണ്ഡിൽ നമ്മുടെ പ്രതിനിധി അച്യുതനും ചേരും. ആദ്യം മുംബൈയിലേക്ക് ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ, യഥാർത്ഥത്തിൽ തുടർഭരണം കിട്ടും എന്നാണോ NDA ക്യാമ്പിൻ്റെ പ്രതീക്ഷ? അത്തരമൊരു പ്രതീക്ഷ, ആ ഒരു പ്രതീക്ഷ ഇങ്ങനെ ജ്വലിപ്പിച്ച് നിർത്തുന്ന സർവേ ഫലങ്ങളാണ് ഇപ്പോൾ കൂടുതലായും പുറത്തു വന്നിട്ടുള്ളത്. ചില സർവേ ഫലങ്ങൾ 186 സീറ്റ് വരെയൊക്കെ മഹായുതിക്ക്, അതായത് BJP സഖ്യത്തിന് കിട്ടും എന്നതാണ് പറയുന്നത്. അതായത് ഈ മഹാരാഷ്ട്രയിലെ മാന്ത്രിക സംഖ്യ 145 288 ആകെ നിയമസഭയിലെ അംഗബലം. അപ്പോൾ 186 190 സീറ്റ് വരെ അവർ പോകാമെന്ന് പറയുമ്പോൾ വലിയൊരു വിജയം BJPക്ക് ഉണ്ടാവുമെന്നാണ്. എന്നാൽ എല്ലാ സർവേകളും പൂർണ്ണമായും അങ്ങനെ പറയുന്നില്ല. ഇപ്പോൾ PMark പോലെ ചില സർവേകൾ ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് മഹാരാഷ്ട്രയിൽ നടക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. PMark 146 സീറ്റ് വരെ മഹാവികാസ് അഘാഡിക്ക് ലഭിക്കാം എന്നതാണ് പറയുന്നത്. ഏതായാലും രമേശ് ചെന്നിത്തല അടക്കം പ്രതികരണം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊന്നുമല്ല യഥാർത്ഥ ഫലം എന്ന് അദ്ദേഹം പറയുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതീക്ഷ നൽകുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം വിദർഭ മേഖലയിലൊക്കെ, കോൺഗ്രസിന് ഒരു പ്രതീക്ഷ കൂടുതലുള്ള മേഖലയിലൊക്കെ കാര്യമായ പോളിംഗ് ഇന്ന് നടന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അത് അവർക്ക് അനുകൂലമാകും എന്നതാണ് അവരുടെ ഒരു കണക്കുകൂട്ടൽ. അതേസമയം മുംബൈ, താനെ അടക്കമുള്ള മേഖലകൾ കാലാകാലങ്ങളിൽ വലിയ പോളിംഗ് ഒന്നും നടക്കാത്ത ഇടമാണ്. ഇത്തവണയും ഏതാണ്ട് 50% അടുത്തൊക്കെ മുംബൈയിലും പോളിംഗ് ഒക്കെ നടന്നിട്ടുള്ളൂ. അവിടെയും BJPക്ക് വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കില്ല എന്നതാണ് കോൺഗ്രസ് ക്യാമ്പ് ഇപ്പോൾ പ്രതീക്ഷ അവിടെ നിലനിർത്തുന്നത്. അതുകൊണ്ട് 2 ദിവസം അപ്പുറം വരാൻ പോകുന്ന ഫലത്തെക്കുറിച്ച് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ചെറിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതൊന്നുമല്ല യഥാർത്ഥത്തിൽ വരാൻ പോകുന്നത് എന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പ് അവിടെ നിൽക്കുന്നത്. ഏതായാലും വനിതകളും സ്ത്രീകളും കർഷകരുമാണ് പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു ഫാക്ടർ. അതിൽ വനിതകൾ ഒരുപക്ഷെ BJPക്ക് അനുകൂലമായി മാറിയിട്ടുണ്ടാകാം എന്നതാണ് എക്സിറ്റ് പോൾ ഫലം നൽകുന്ന മറ്റൊരു സൂചന. കാരണം സ്ത്രീകൾക്ക് 1500 രൂപ പ്രതിമാസം അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ഒരു പദ്ധതി തെരഞ്ഞെടുപ്പിന് മുൻപാണ് BJP പ്രഖ്യാപിച്ചത്. അതിൻ്റെ ആദ്യ ഗഡു നൽകി കഴിയുകയും ചെയ്തതാണ്. അതൊരു പക്ഷേ വലിയൊരു ചലനം ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലാണ് BJPക്ക് ഇത്തരം ഒരു വലിയ കുതിച്ചുചാട്ടം, ഒരു മുന്നോട്ട് പോക്ക് സാധ്യമാവുന്നത്. ഓക്കെ, ശ്രീനാഥ് ചന്ദ്രനാണ്. ഇനി ജാർഖണ്ഡിൽ നിന്ന് അച്യുതൻ ചേരുന്നു. അച്യുതൻ, ജാർഖണ്ഡിൽ സർവേ ഫലങ്ങളൊക്കെ തന്നെ പറയുന്നത് മാത്രമല്ലല്ലോ കാര്യം. അവിടെ നിൽക്കുമ്പോൾ അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ്? ഭൂരിഭാഗം സർവേകളും എക്സിറ്റ് പോൾ ഫലങ്ങളും അവിടെ NDAക്ക് ഒരു മുൻതൂക്കം പ്രവചിക്കുന്നു. ആക്സിസ് മൈ ഇന്ത്യ മാത്രമാണ് 51 ഇത് ഇന്ത്യ മുന്നണിക്ക് പ്രവചിക്കുന്നത്. പക്ഷേ ഒന്ന് വിലയിരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ BJP നല്ല രീതിയിലൊരു പ്രചാരണം ഈ ജാർഖണ്ഡിൽ നടത്തി എന്നതിൽ തർക്കമില്ല. കാരണം പ്രധാനമന്ത്രി തന്നെ നിരവധി റാലികളിൽ പങ്കെടുത്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, JP നദ്ദ ഉൾപ്പെടെയുള്ളവർ മാറി മാറി ക്യാമ്പയിനുകളിൽ സജീവമായി എന്നതും ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ ഒരു പ്രാദേശിക വികാരത്തെ സ്പർശിക്കുന്ന രീതിയിലുള്ള പ്രചരണ ചർച്ചകൾ BJP അഴിച്ചുവിടുകയുമുണ്ടായി. അതിലൊന്ന് ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം, അത് വലിയ രീതിയിൽ ചർച്ചയാകുന്നൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. കാര്യം നുഴഞ്ഞുകയറ്റക്കാർ ആദിവാസികളുടെ ഭൂമി തട്ടിയെടുക്കുന്നു എന്നൊരു ആരോപണം അതുമായി BJP മുന്നോട്ട് വരുന്നു. അതിനെ ഒരു വലിയ പ്രചരണ വിഷയമാക്കി മാറ്റുന്നു എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ ഇന്ത്യ മുന്നണിക്ക് അവിടെ നേതൃത്വം നൽകിയത് JMM ആണ്. JMMനെ സംബന്ധിച്ച് ഹേമന്ത് സോറനും കൽപ്പന സോറനുമായിരുന്നു സദാസമയവും പ്രചരണ രംഗത്ത് സജീവമായിരുന്നത്. മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളായിരുന്നു JMM BJPക്കെതിരെ പ്രയോഗിച്ചത്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ചില വിമർശനങ്ങൾ അവിടെ ഉയർന്നു. കാര്യം കോൺഗ്രസിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പോലും ഇതുവരെയും ആ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സന്ദർശനം നടത്തിയിട്ടില്ല എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഉയർന്ന ചില വിമർശനങ്ങളാണ്. ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയിലെ മറ്റു മുതിർന്ന നേതാക്കളും പ്രചരണ രംഗത്ത് സജീവമായിരുന്നില്ല എന്നതും ചർച്ചാ വിഷയമാണ്. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചയായി. BJP ആ സംസ്ഥാനം തിരിച്ചുപിടിക്കുവാനുള്ള ശ്രമത്തിൽ തന്നെയാണ്. എന്നാൽ ഇന്ത്യ മുന്നണി ആവട്ടെ ആ ഒരു ഭരണം നിലനിർത്തുവാനുള്ള എല്ലാ തരത്തിലുള്ള പ്രചരണങ്ങളും അവരുടെ ഭാഗത്തു നിന്നും കാഴ്ചവെച്ചു. എന്തായാലും നിർണായകമാവുന്നത് 28 ഗോത്ര സംവരണ മണ്ഡലങ്ങളാണ്. അത് ഇക്കുറി ആർക്കൊപ്പം എന്നുള്ളത് കൂടിയാണ് ഇനി ജനവിധി വരുമ്പോൾ നമുക്ക് അറിയുവാനായി കാത്തിരിക്കുന്നത്.